ഇന്ന് ഒരു കൂട്ടം വിങ്കാറോസിനെ എനിക്ക് മാറ്റി നടാനുണ്ടായിരുന്നു. മഴയായതുകൊണ്ട് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ വിങ്കാറോസുകളെയൊക്കെ നടുന്നുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നേ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്ന് കുഞ്ഞിനെ അങ്കൻവാടി വിളിക്കാൻ പോയപ്പം അവിടെ കയ്യാലെ നിൽക്കുന്നുണ്ട് ആർക്കും വേണ്ടാതൊരു വിങ്കാറോസ്. നല്ല വേര് പിടിച്ച സാധനം, കളഞ്ഞിട്ട് പോരാൻ തോന്നുമോ? ഞാൻ അതിനെ കൊണ്ട് നടുന്നതിന്റെ കൂട്ടത്തില് മാറ്റി നടാൻ വെച്ചിരുന്ന എല്ലാത്തിനെയും അങ്ങ് നട്ടു. കൂട്ടത്തില് ഞാൻ ഇഷ്ടിക വെച്ചേക്കുന്നതിന്റെ സൈഡ് വഴി ഒരു ബോർഡർ പോലെ ഒരേ പ്ലാന്റ് ഇങ്ങനെ നട്ടു വെക്കണം എന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നേ. അതും അങ്ങ് ചെയ്തു. ഫുള്ള് നടാനുള്ളത്രയും കമ്പ് എൻ്റെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഉള്ളത്രയും നട്ടു. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് ബാക്കിയുള്ളതുപോലെ നമുക്ക് ഒപ്പിച്ച് ചെയ്യാം. ഇതിൻ്റെ ഫ്രണ്ടിൽ വെക്കാനും കുറച്ച് ചെടികൾ ഞാൻ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു, അതിനെ അങ്ങ് നട്ടുവെച്ചു. ഇതൊക്കെ ഞാൻ ഇലകൾ പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു, അത് വീഡിയോ എടുക്കാൻ മറന്നുപോയതാണേ. വിങ്കാറോസിന് ശവന്നാറിപ്പൂ എന്നുള്ള പേരുള്ളതിലുപരി ഇത് ക്യാൻസറിൻ്റെ ഒരു മരുന്നാണെന്ന് എനിക്ക് എൻ്റെ അക്കച്ചി അഥവാ ചേച്ചി പറഞ്ഞു എന്ന് അറിയാവുന്നത്. പുള്ളിക്കാരത്തെ ഒരു ഫാർമസിസ്റ്റ് കൂടെ ആവുമ്പോൾ ഇങ്ങനത്തെ ഉള്ള തള്ളുകളൊക്കെ സഹിച്ചേ പറ്റുള്ളൂ. ഈ ഒരു പ്ലാന്റിന് പൂ ഉണ്ടാവും എന്നൊക്കെ അമ്മ പറഞ്ഞതേ. ഇതുവരെ എനിക്കിത് പൂവൊന്നും തന്നിട്ടില്ല, എന്നാലും അതിനെ കാണാൻ ഒരു രസമല്ലേ. ഇതുവരെ എൻ്റെ വീഡിയോസിലൂടെ ഞാൻ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പൊ പുള്ളി ഒന്ന് മൈൻഡ് ചെയ്യാതിരിക്കുന്ന മോശമല്ലേ. ഈ അടുത്തിടയ്ക്കൊക്കെ പുതിയ ഇലകൾ തരാത്ത ചെടികളെ പറ്റി ഞാൻ ഒരുപാട് പരാതി പറഞ്ഞുകൊണ്ടായിരിക്കും ഇവിടെ പരാതി കേൾക്കാൻ വയ്യെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ എൻ്റെ ഒട്ടുമിക്ക പ്ലാന്റ്സും പുതിയ പുതിയ ഇലകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു പുതിയ ഇല ഇട്ട് തന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി തന്നെ താനെ അങ്ങ് ഇട്ടിട്ട് പൊക്കോളും. എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചട്ടികളെ എടുത്ത് ചിക്കിയും മാന്തിയും നമ്മൾ പരിശോധിക്കണം. ആർക്കൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ആരെങ്കിലും അവരെ ശല്യം ചെയ്യുന്നുണ്ടോ, വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യണം. കൂട്ടത്തെ എല്ലാവരെയും തൊട്ടും തലോടിയും പോവാമല്ലോ, അപ്പം കിട്ടും റിഫ്രഷ്മെന്റ്. അപ്പം ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ.